സിനിമ വാർത്തയിലോട്ട് തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ധനുഷ് ഡിഞ്ചിത്ത് ഒരു സിനിമ വരാൻ പോവുകയാണ്. നമ്മൾ ഡിഞ്ചിത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതീതത്തിന് കഴിഞ്ഞ സിനിമകളാണ് കിഷ്കിന്റെ കാണ്ഡം, അതുപോലെ തന്നെ എക്കോ എന്നീ സിനിമകൾ. നമ്മുടെ ധനുഷ് ഒരു എക്കോ സിനിമ കണ്ടതിന് ശേഷം നല്ല രീതിയിലായ റെസ്പോൺസ് തന്നെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും കാണാൻ സാധിച്ചു സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം സിനിമയെ കുറിച്ച് പറഞ്ഞത് അതിനുശേഷം സിനിമ ഡയറക്ടറിനെ പോയി കാണാൻ പോയി നമ്മുടെ ധനുഷ് സിനിമ നടന്. അതിനുശേഷം ഒരു സിനിമ ചെയ്യുന്നു എന്ന രീതിയിലും ഒരു അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ധനുഷിനായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് ഫ്യൂച്ചറിൽ. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ തലേവർ 173 എന്ന് പറഞ്ഞ സിനിമയാണ്. CB ചക്രവർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന് കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോൺ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ ശിവകാർത്തികനായിട്ട് പുറത്തിറങ്ങിയ സിനിമ. നല്ലൊരു അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു ആക്ച്വലി ആ ഒരു സിനിമേന്റെ. എന്തായാലും നമ്മുടെ തലേവറായിട്ട് വരികയാണ് 173 സിനിമയിൽ. നമ്മുടെ അനിരുദ്ധാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകും. സിനിമേന്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏപ്രിൽ മാസം സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത വർഷം പൊങ്കൽ പ്രമാണിച്ചായിരിക്കും സിനിമ റിലീസ് വരാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടൻ തരുൺമൂർത്തി സിനിമേന്റെ തന്നെയാണ്. ജേക്സ് ബുജയ് സിനിമയ്ക്കായിട്ടുള്ള BGM മ്യൂസിക് വർക്ക് ആരംഭിച്ചു എന്ന രീതിയിൽ ഒരു അടിപൊളി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ കേൾക്കാൻ സാധിക്കുന്ന ഒരു സിനിമയുടെ ഭാഗം. നമ്മുടെ തരുൺമൂർത്തി ലാലേട്ടൻ ഫാൻ ബോയ് ഐറ്റം ലോഡിംഗ്. അടുത്ത സിനിമ അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. നമ്മുടെ ഗൗതം വാസുദേവന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു സിനിമ വരാൻ പോവുകയാണ്. അദ്ദേഹം കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ച്. പടത്തിന്റെ പേര് നോക്കുകയാണെങ്കിൽ കാർമിനി സെൽവം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇതൊരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമ ഈ മാസമല്ല വരാൻ പോകുന്നത്, ഏപ്രിൽ മാസം 3-ാം തീയതി ആയിട്ടായിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. റാം ചക്രി എന്ന് പറഞ്ഞ ഡെബ്യൂട്ട് ആയ ഒരു സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. രാഘവ് രമേശ് ഒക്കെയാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് നമ്മുടെ ഗൗതം വാസുദേവൻ വരാൻ പോകുന്ന കാർമിനി സെൽവം എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ തന്നെയാണ്. നമ്മുടെ സന്ദീപ് പ്രതാപിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് കോസ്മിക് സാംസൺ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 50 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ നിലവിൽ. എന്തെങ്കിലും പടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി ആക്ഷൻ ഡിന്നർ സിനിമ തന്നെയാണ് നമ്മുടെ സന്ദീപ് പ്രതാപിന്റെ വരാൻ പോകുന്ന കോസ്മിക് സാംസൺ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ഷൻ നമ്മുടെ അഭിജിത്ത് ജോസഫ് ആണ്. ഈ വർഷമാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അതിൽ കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് തമിഴ് സിനിമയെ സൂര്യണ്ണന്റെ കറുപ്പ് എന്ന സിനിമയുടെ തന്നെയാണ്. RJ ബാലാജിയാണ് സിനിമയെ സംവിധാനം ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കർ തന്നെയാണ്. പടത്തിന്റെ റിലീസ് അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കുന്ന ഏപ്രിൽ മാസം വരുമെന്നാണ്. ഇതൊരു ആക്ഷൻ കൊമേഴ്ഷ്യൽ ഡിവോഷണൽ സിനിമ തന്നെയാണ്. ഏപ്രിൽ 10-ാം തീയതി വരുമെന്നാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ സായി അഭ്യങ്കർ ആണെങ്കിൽ പോലും അതുപോലെ തന്നെ നമ്മുടെ RJ ബാലാജി ആണെങ്കിൽ പോലും സിനിമ സമ്മർ റിലീസ് ആകുമെന്നാണ് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്നത്. നിലവിലെ ഇനീഷ്യൽ ഡേറ്റ് കേൾക്കാൻ സാധിക്കും നമ്മുടെ ഏപ്രിൽ 10 എന്നാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കറുപ്പ് സിനിമേന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോസ്റ്ററിനായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് തമിഴ് സിനിമയായ സൂര്യ 47 എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ജിത്തു മാധവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് തമിഴ്നാട്ടിലാണ് നടക്കുന്നത്, ചെന്നൈയിൽ. എന്തായാലും സിനിമേന്റെ കേരളത്തിലെ ഷൂട്ടിംഗ് പെർമിഷൻസ് ഇഷ്യൂസ് കാരണമാണ് തമിഴ്നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടിംഗും കേരളത്തിലാണ് നടക്കേണ്ടത്. എന്തായാലും സിനിമയുടെ ഷൂട്ട് സെറ്റിംഗിലോട്ട് നമ്മുടെ നസ്രിയ നസീം ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് അത് കൺഫേം ആയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സൂര്യ 47 സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ പാൻ ഇന്ത്യൻ സിനിമയായ നമ്മുടെ യാഷിന്റെ ടോക്സിക് സിനിമേന്റെ തന്നെയാണ്. റോക്കിംഗ് സ്റ്റാർ യാഷ്. എന്തായാലും പടത്തിന്റെ റിലീസ് അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അതും വലിയൊരു ചേഞ്ച് തന്നെയാണ്. ജൂൺ മാസത്തേക്കാണ് സിനിമയുടെ പുതിയ റിലീസ് തീയതി. ജൂൺ മാസം 4-ാം തീയതി. ടോക്സിക് സിനിമയുടെ റിലീസ് മാറ്റാൻ കാരണം എല്ലാവർക്കും അറിയാം, GCCയിലെ യുദ്ധം തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്യൂസ്. മിഡിൽ ഈസ്റ്റിലൊക്കെ സിനിമയ്ക്ക് നല്ലൊരു റിലീസ് വരുന്ന സിനിമയും കൂടിയാണ് പാൻ ഇന്ത്യൻ സിനിമയായ നമ്മുടെ ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ. യാഷ്, നയൻതാര, കീര അഡ്വാനി ഒക്കെ വരുന്ന വമ്പൻ സിനിമ തന്നെയാണ് റിലീസ് മാറ്റിയിരിക്കുന്നത്. രവി ബസൂറൊക്കെയാണ് മ്യൂസിക്. ഡയറക്ഷൻ നമ്മുടെ ഗീതു മോഹൻദാസ് ആണ്. എന്തായാലും പുതിയ റിലീസ് ജൂൺ 4-ാം തീയതിയാണ്. കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ധനുഷിന്റെ വരാൻ പോകുന്ന 55-ാമത്തെ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് തന്നെയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതും ചെന്നൈ ഷെഡ്യൂളിൽ. മാർച്ച് 10-ാം തീയതി മുതൽ നമ്മുടെ മമ്മൂക്ക സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട വേഷങ്ങളിലാണ് നമ്മുടെ മമ്മൂക്ക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ധനുഷിന്റെ കൂടെ തന്നെയായിട്ട്. കമ്മത്തൻ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാൻ പോവുകയാണ് ധനുഷായിട്ട്. എന്തായാലും ഒരു 30-40 ദിവസം ഷൂട്ടിംഗ് എന്തായാലും ഉണ്ടാവും നമ്മുടെ ചെന്നൈയിൽ ഷെഡ്യൂളിൽ. ഇതിൽ കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ധനുഷ് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക ഒന്നിക്കുന്ന ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട്. മാർച്ച് മാസം 10-ാം തീയതിയാണ് മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക്.
അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്കിയോട് വരാൻ പോകുന്ന മലയാള സിനിമയെ പടയാത്ര എന്ന സിനിമയും തന്നെയാണ്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് അങ്ങനെ പാക്കപ്പ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ മമ്മൂക്കിയുടെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയത്. ഇപ്പൊ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടിംഗും പാക്കപ്പ് ആയിരിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് ചെയ്ത് ഈ വർഷം തന്നെയാണ് നോക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വാടിവാസൽ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. എന്തായാലും പടം ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രൊജക്ട് എത്ര വർഷമായി നമ്മൾ കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ റിലീസ് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഓരോ അപ്ഡേറ്റ്, എന്നാൽ പോലും ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ്. എന്തെങ്കിലും കേൾക്കാൻ സാധിക്കും. നിലവിൽ നമ്മുടെ വെട്രിമാരനെ നോക്കുകയാണെങ്കിൽ അരസൻ സിനിമയുണ്ട്, സിംബുവിന്റെ സിനിമ ഷൂട്ടിങ്ങിനായിട്ട്. പിന്നെ അതിനുശേഷം വടച്ചെന്നൈ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്. അത് മാത്രമല്ല നമ്മുടെ സൂര്യണ്ണൻ നോക്കുകയാണെങ്കിൽ 46, 47, പിന്നെ 48 അങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെന്റ് ആണ്. ഡയറക്ടർ ആണെങ്കിലും സൂര്യ ആക്ടർ ആണെങ്കിലും കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിന്റെ പുതിയ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് 2 വർഷം വേണ്ടി വരും പടം റിലീസ് ചെയ്യാനായിട്ട്. കാരണം 1.5 വർഷത്തെ ഷൂട്ടിംഗ് ബാക്കിയാണ് ഈ ഒരു സിനിമയ്ക്ക് നോക്കുകയാണെങ്കിൽ. 130 ദിവസം ഷൂട്ട് നമ്മുടെ സൂര്യണ്ണനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് മാസത്തിൽ 10 ദിവസം ഷൂട്ടിംഗ് എന്ന രീതിയിലാണ്. കാരണം 2 പേർക്കും ഓരോ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ പതുക്കെ ഷൂട്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ആവുകയാണെങ്കിൽ തന്നെ കേൾക്കാൻ സാധിക്കും റീസെന്റ് ആയിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് എന്ന് വരാനാണ് ഈ ഒരു പടം റിലീസ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദുൽഖർ സൽമാന്റെ അയാം ഗെയിം എന്ന സിനിമയും തന്നെയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കാൻ നമുക്ക്. നിലവിലെ പടം ഓണം പ്രമാണിച്ചാണ് ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ബിഹാസ് ഹിദായത്തിന്റെ ഭാഗത്ത് ഓണം റിലീസ്. എന്തായാലും 130 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് നിലവിൽ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് പടത്തിന്റെ ഭാഗത്ത് കുറച്ച് സ്റ്റില്ല് പുറത്ത് വന്നിട്ടുണ്ട്. സ്റ്റില്ല് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആക്ഷൻ സീക്വൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്, ഒരു ബൈക്ക് ആയിട്ടുള്ളത്. എന്തായാലും തിയേറ്ററുകളിൽ വലിയൊരു ഓളമാക്കട്ടെ ഈ ഒരു സീക്വൻസ് ഒക്കെ. എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റിൽ തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അജിത് സജിൽ മമ്പാട് സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന നമ്മുടെ ഡെർബി സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ റിലീസ് തീയതി കൺഫേം ആക്കിയിരിക്കുകയാണ്. സിനിമ ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതിയാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ പ്രകമ്പനം സിനിമയിൽ സാഗർ സൂര്യ അമീനൊക്കെ സിനിമയിൽ ജോയിൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ടീമപ്പ് ആവുന്നുണ്ട്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സിനിമയുടെ ടീസർ, ട്രെയിലർ ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് നിലവിൽ സോഷ്യൽ മീഡിയയിൽ. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് ഡെർബി സിനിമയുടെ റിലീസിനായിട്ട് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി.